ജാതിയോ മതമോ പാവപ്പെട്ടവനോ സമ്പന്നനോ എന്ന് നോക്കാതെ ഒരു നാട്ടിലുള്ള എല്ലാവർക്കും റംസാൻ കിറ്റ് നൽകിക്കൊണ്ട് നമ്മുടെ നാസ് ഗ്രൂപ്പിൻ്റെ ഹംസ ഹാജി നാടിന് മാതൃകയായിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹം കൊടുത്ത റംസാൻ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കിറ്റ് കൊടുക്കുന്നതെന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്കട്ടോ. പതിവായിട്ട് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അള്ളാൻ്റെ പ്രീതി കാണിച്ചിട്ടുണ്ടാണ്. എല്ലാ ജനങ്ങളുടെ അടുത്ത് നിന്നൊന്നും കിട്ടുന്ന വേറൊന്നുമല്ല. ഇത് പല സമയത്തായിട്ട് കൊടുക്കുന്ന, കൊറോണ സമയത്ത് കുറേ കൊടുത്തിട്ടുണ്ട്. 10-30 വർഷമായി ഞാൻ തുടരുന്നത്. അപ്പോൾ ആ കിറ്റുകൾ ഈ കുറച്ച് വിപുലമായിട്ട് നമ്മളെ അടുത്ത് ഒരു 2-3 ഏരിയ വെച്ച് കണ്ട് 3-4 പിന്നെ അവിടെ KK വർമ്മ വാർഡ് ഇങ്ങനെയൊക്കെ വാർഡുകളിലൊക്കെ ആദ്യം 250-800 വീടുകൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു 10 കൊല്ലം മുന്നേ ഒരു പെരുന്നാൾ കഴിക്കാൻ, ഒരു 35-40 കൊല്ലം മുന്നേ പെരുന്നാൾ കഴിക്കാൻ, 70 വയസ്സായി പെരുന്നാൾ കഴിക്കാൻ എനിക്ക് അരി കിട്ടാൻ നിവൃത്തി ചെയ്തു. എന്നിട്ട് ആ അരിക്ക് എന്നോട് പൈസ ഒപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പട്ടിണി എടുക്കുന്നതിൻ്റെ വേദന നല്ല അറിഞ്ഞു പോകുന്നതാണ് ഞാൻ. അവരൊക്കെ കുട്ടികളും മക്കളും ഇന്ന് എൻ്റെ തൊഴിൽ സാധനങ്ങളിലും ലോഡ് ആൻഡ് അൺലോഡിങ് പരിപാടിയിലും അതുപോലെ തന്നെ ഞങ്ങൾ ട്രാൻസ്പോർട്ട് ഗാരേജ് ആയിട്ട് ബന്ധപ്പെട്ട് കണ്ട് അതിൽ ഡ്രൈവർമാരായിട്ടും പിന്നെ പെർമിറ്റ് വണ്ടികളിൽ അന്യസംസ്ഥാന തൊഴിലാളികളും ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ സ്വന്തം ഇത് കൊടുക്കാൻ ആൾക്കാരായി വന്നതല്ല. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ സഹായം കൊണ്ടാണ് ജീവിക്കുന്നത്. 2 പ്രാവശ്യം ഷോക്ക് ഉണ്ടായിട്ടുള്ളൊരു വ്യക്തിയാണ്. എല്ലാ തൊഴിലാളികളെ ഞാൻ ഈ കുറ്റൊടുക്കത്തിൽ ആത്മാർത്ഥമായിട്ട് ആയി എന്നിവിടെ എത്തിച്ചത് സ്വന്തമല്ല. അതുകൊണ്ട് എൻ്റെ മക്കളും നാസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പിൽ എൻ്റെ എല്ലാ മക്കളും കച്ചവടക്കാരാണ്. അപ്പോൾ അവർ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നാസ് ഗ്രൂപ്പിന് ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കച്ചവടം ചെയ്തവരാണ്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ അവരെല്ലാം ഈ കാര്യത്തിന് സപ്പോർട്ടുകൾ ഞങ്ങളെല്ലാം കൂടിയിട്ടാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിലൊന്നുകൂടെ ഉൾപ്പെടുത്തണം. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു സുഹൃത്തുണ്ട് കോഴിക്കോട്. അയാളെന്നെ വിളിച്ചിങ്ങോട്ട് പറഞ്ഞാലാണ് PPH ടെറേസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി. അയാൾക്ക് LB മാർക്കറ്റിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തും അതുപോലെ തന്നെ കോഴിക്കോട് പാളയം മാർക്കറ്റിലും വലിയങ്ങാടി വലിയ മാർക്കറ്റിലും ട്രേഡേഴ്സ് ഉണ്ട്. 2 സ്ഥലത്ത് കച്ചവടമുണ്ട്. പക്ഷേ അയാളെന്നെ വിളിച്ചു പറഞ്ഞില്ല അവസക്ക എൻ്റെ കൂട്ടറിട്ട് വന്നാറില്ല. അപ്പോൾ ഇത് ഞങ്ങൾ കൂട്ടായിട്ടുള്ള ഒരു സംരംഭമാണ്. ഞങ്ങൾക്ക് അതുകൊണ്ടുള്ള കൊടുത്തു കഴിഞ്ഞാൽ അത് പഠിച്ച കുറച്ച് ഇവിടെ തരും. ഇനി തെന്തിര ഞങ്ങൾ പ്രശ്നമില്ല. ഞങ്ങൾ അള്ളാൻ്റെ പ്രീതി അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമാണ്. ആരൊരു വിഷമം എന്ന് പറഞ്ഞാലും നമ്മൾ കേൾക്കും. അത് നേരാണോ ശരിയാണോ എന്ന് നോക്കിയിട്ട് അതിന് വേണ്ടത് ചെയ്യും. സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ കുട്ടികളും ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരും കൂടി ആലോചിച്ചുകൊണ്ട് യുക്തമായ തീരുമാനമെടുക്കും. ഒരാളെ പിരിച്ചുവിടലില്ല, പിരിച്ചുവിട്ടതിന് തിരിച്ചെടുക്കാൻ കഴിയും നോക്കും. കുറച്ച് സമയം പുറത്ത് നിർത്തിയിട്ടുണ്ടെങ്കിലും അവൻ്റെ തെറ്റ് മനസ്സിലാക്കി അവൻ വരാനുള്ള സമയം 2-3 ഡ്രൈവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അവനെ പോയി ക്ഷണിക്കും. അങ്ങനെ അള്ളാഹുവാണ് ഇത് കൊടുക്കേണ്ട ഇതുണ്ടായി. ഇതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പാവപ്പെട്ട ആൾക്കാർ, ആ പാവപ്പെട്ടവൻ്റെ വേദന പട്ടിണി കിടന്ന് അറിഞ്ഞവരാണ് ഞാൻ. അപ്പോൾ അവർ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ സ്വന്തം നിലക്ക് പെരുന്നാൾ കഴിക്കണില്ല. എൻ്റെ ഒപ്പം 10-5 ആൾക്കാർ കൂട്ടമായിട്ട് എൻ്റെ പ്രദേശത്തുള്ള ആൾക്കാർക്ക് കിറ്റ് കൊടുത്ത് ആയതൊരു കിറ്റ് ഞാൻ വീട്ടിലേക്ക് എടുത്ത് അങ്ങനെയാണ് പെരുന്നാൾ കഴിക്കുന്നത്. ഇത്രേ പറയുള്ളൂ. ജാതി മതമൊന്നുമില്ല. മനുഷ്യര് അയ്യോൻ്റെ അവസ്ഥ പറഞ്ഞേ. പക്ഷേ ഞാൻ ജാതി മതമൊന്നും ഞാൻ എല്ലാ ഭാഗത്തിനും കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന കാര്യത്തിൽ നമ്മളെ ചിന്തിക്കാൻ പാടില്ലല്ലോ. ഒരാളിപ്പോൾ നമ്മുടെ അടുത്ത് രാവിലെ നിളിച്ചു വന്ന് ഒരു 10 ഉറുപ്പിക വേണം, ആശുപത്രിയിലാണ് പെണ്ണുകൾ പടക്കാൻ യാതൊരു ഇല്ല. പക്ഷേ നമുക്കറിയാം കിട്ടൂല. അപ്പോൾ അവരൊരു ആശ്വാസം കൊടുക്കണല്ലോ. ഇവാക്കാരനാണെന്ന് നോക്കിയിട്ട് പറഞ്ഞല്ലോ. അതാണ്. ഏതായാലും നല്ലൊരു പുണ്യപ്രവൃത്തിയാണ് താങ്കൾ ചെയ്യുന്നത്. ആ പുണ്യം കിട്ടണത് പടച്ചോൻ്റെ പുണ്യം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലാവും? പടച്ചോൻ്റെ പുണ്യം കിട്ടണമെന്നുള്ള ഒരാവശ്യം മാത്രമേ ഉള്ളൂ. പടപ്പുകളുടെ നമുക്ക് പ്രശ്നമല്ല. നമ്മൾ ദൈവത്തിൻ്റെ പുണ്യം വേണം. നമ്മൾ ചെയ്യുന്ന അമലുകളിലൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നു, കൂട്ടായിട്ട് ചെയ്യുന്നു.
ഒക്കെ ഇത് കൊടുക്കാനുള്ള ശക്തി എനിക്കെൻ്റെ മക്കളാണ്. ഈ പരിപാടിയിൽ ഞങ്ങളെ ഒരു സഹോദരനുണ്ട്, ഞാൻ പറഞ്ഞില്ല PPSIS. ഓനും എനിക്ക് കുട്ടികളെ പോലെ തന്നെ ഞാൻ എന്ത് പറഞ്ഞാലും പീടിക കൂട്ടാൻ പറഞ്ഞാൽ പൂട്ടും. ആ സ്ഥിതിയിലാണ്. ഓരോ ആപ്പയും ഞങ്ങളോ കൂട്ടായിട്ട് തമ്മിൽ അത്രക്കും 10 രൂപ കൊല്ലായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. ഏതായാലും ഇനിയും ഒരുപാട് കാലം സഹായിക്കട്ടെ. എനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല, മക്കളെ തുടർന്ന് പൊട്ടെ. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. ഇത് മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷനാണ്. ഈ നാട്ടിലൊക്കെ പ്രവർത്തനമൊക്കെ അടുത്ത കൊല്ലം ആരെങ്കിലേക്ക് ഒരു അധികം തരാറുണ്ടെങ്കിൽ ഞാൻ ഒരു 10,000 റുപ്യ എന്ന് പറഞ്ഞാൽ അയാൾ ഇതിൽ ഉൾപ്പെടുത്തും. ടിക്കറ്റിൻ്റെ കാര്യത്തിൽ അയാൾ കാര്യം ഏറ്റവും അടുത്തിട്ടുള്ള ജനങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് അയാൾക്ക് കിറ്റ് കൊടുക്കും. എല്ലാവരുടെ കൂട്ടത്തിൽ ശരി അയാളുടെ പേരിൽ കൊടുക്കും. അയാളുടെ പേരിലേ ടോക്കൺ ഉണ്ടാവുള്ളൂ. അയാളുടെ പേരിലതല്ല, ലാസ്റ്റ് ഗ്രൂപ്പിൻ്റെ ടോക്കണിൻ്റെ മുകളിൽ അയാളെ ഏരിയ തിരിച്ച് ഞങ്ങൾ കൊടുക്കും. തീർച്ചയായിട്ടും എന്തായാലും ഒരുപാട് സന്തോഷം ഒരു കാര്യമാണ്. എല്ലാവർക്കും ഒരു ഉപകാരമുള്ളൊരു കാര്യമാണ്. കാരണം ഇന്ന് ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ വരുന്ന പെരുന്നാളിന് ഈ നാട്ടിൽ ഒരാളെ വീട്ടിലും ഈ പെരുന്നാൾ ഉണ്ടായിരുന്നതുള്ള അപ്പോഴാണ് ഞാൻ പെരുന്നാൾ കഴിച്ചിട്ട് സുഖമുള്ളൂ. അപ്പം എനിക്കും പെരുന്നാൾ കഴിക്കാം. അത് മാത്രമേ കാപ്പിച്ചുകൊണ്ട് എല്ലാ പേര് പ്രശസ്തി എനിക്ക് വേണ്ട. അത് മതിയായോളം പൊളിറ്റിക്കലിന്ന് വേറെ ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കതിന് ആവശ്യമില്ല, മനസ്സിലാവും. ഇനി ആവശ്യമില്ല. 10 വയസ്സായതിനാക്കിയാൽ അതിൻ്റെ ആവശ്യമുണ്ടാവും. അങ്ങനെ ആവുന്നുള്ള സമയത്ത് ഞാൻ നേടിയിട്ടുണ്ട്. ഏതായാലും ഒരുപാട് സന്തോഷം. ശുദ്ധമാകുന്ന ഇസ്ലാം പാവങ്ങളെ സഹായിക്കുക, അനാഥരെയും അഗതികളെയും അതുപോലെ നിരാശരെയും പ്രയാസപ്പെടുന്നവരെയും അലംബഹീനരെയും ഒക്കെ സഹായിക്കുക എന്നത് കൂടുതൽ പ്രചോദിപ്പിച്ച, കൂടുതൽ പ്രോത്സാഹനം നൽകിയ ഒരു പരിശുദ്ധമാകുന്ന മതമാണ് വിശുദ്ധമായ ഇസ്ലാം. പരിശുദ്ധമാകുന്ന ഖുർആനിലും പ്രവാചക വചനങ്ങളിലുമൊക്കെ ദാനധർമ്മം നൽകുന്നതിന് വേണ്ടി കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധമാകുന്ന ഖുർആനിന്റെ ഒരു ആയത്ത് ഇങ്ങനെ കാണാം, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കണമെന്ന് പരിശുദ്ധമാകുന്ന ഖുർആനിന്റെ അധ്യാപനം വളരെ പ്രസക്തമാണ്. പ്രവാചക വചനങ്ങളും വളരെയേറെയുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതും അവിടുത്തെ പ്രിയപ്പെട്ട അനുചര സ്വഹാബത്ത് ജീവിതത്തിൽ മാതൃകയാക്കി പോന്നതുമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പരിശുദ്ധമാകുന്ന ഖുർആനിന്റെ സൂക്തം ഇറങ്ങിയപ്പോഴാണ് ബഹുമാനപ്പെട്ട സയ്യിദന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തനിക്കുണ്ടായിരുന്ന തോട്ടങ്ങളൊക്കെ പരിശുദ്ധമാകുന്ന ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചത്. ബഹുമാനപ്പെട്ട സയ്യിദന അബൂ തുൽഹ റളിയല്ലാഹു അൻഹു തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് ഈത്തപ്പന മരങ്ങൾ പൂത്തു നിൽക്കുന്ന പരിശുദ്ധമായ തന്റെ ബൈറൂഹ തോട്ടം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനൊക്കെ വന്നിരുന്നു എന്ന് ചരിത്രം പറയുന്ന ബൈറൂഹ തോട്ടം മുഴുവനും പരിശുദ്ധമാകുന്ന ഇസ്ലാമിന് വേണ്ടി ദാനം ചെയ്ത് സ്വർഗ്ഗം നേടിയ മഹാനാണ് സയ്യിദന അബൂ തുൽഹ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ. അതുകൊണ്ട് തന്നെ പരിശുദ്ധമാകുന്ന ഇസ്ലാം ഇത് വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, വലിയ പ്രചോദനം ഇതിന് നൽകുന്നുമുണ്ട്. പരിശുദ്ധരാകുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് ഉണ്ട്, മാ നഖസ മിൻ മാലിക ശൈഉൻ. നിങ്ങൾ ദാനം ചെയ്യുന്ന കാരണത്താൽ മാ നഖസ സ്വദഖത്തുൻ മിൻ മാലിക മിൻ ശൈഅ. നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് എന്ത് തന്നെ സ്വതക്ക ചെയ്താലും അതുകൊണ്ട് ഒരു ചുരുക്കവും വരുന്നില്ല, പകരം അല്ലാഹു അത് വർദ്ധിപ്പിച്ചു തരുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഈ ഹദീസുകളൊക്കെ അനർത്ഥമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ഹംസഹാജി നടത്തുന്ന ഈ ഒരു സേവനം, ഈ ഒരു ചാരിറ്റി പ്രവർത്തനം അല്ലാഹു അദ്ദേഹത്തിൽ നിന്ന് വലിയ ഒരു മുതൽക്കൂട്ടായി സ്വീകരിക്കട്ടെ. മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പരലോകത്തേക്ക് അതിന്റെ വലിയ ഒരു സവാബിനെ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഈ മഹത്താകുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി സഹകരിച്ച അദ്ദേഹത്തിന്റെ നാസ് ഗ്രൂപ്പിന്റെ ഒരുപാട് പ്രവർത്തകന്മാരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇതൊക്കെ പേക്ക് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരുപാട് കരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ രണ്ട് ലോകത്തും വലിയ ഉന്നതമാകുന്ന ഖൈറാത്തുകളെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഹംസാജി നമ്മുടെ മഹല്ലത്തിന് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. നമ്മുടെ പള്ളിയെയും മദ്രസയെയും ദീനീ സംരംഭങ്ങളെയും ഒക്കെ സഹായിക്കുന്ന ഒരു മാന്യദേഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ രോഗങ്ങൾക്ക് അല്ലാഹു പൂർണ്ണമാകുന്ന ആജിലായ ശിഫാ പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ
വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി